ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇതായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പൊ പോരെന്ന് പറഞ്ഞൊരു പടം എന്റെ റിലീസ് ചെയ്യാനുണ്ട്. പുതിയത് പിന്നെ അഭിമന്യു തിലകനും ഞാനും കൂടി ഹീറോ ആയിട്ട് ഒരു പടം അടിവെടി പൂരം, ഇതാണ് പടത്തിന്റെ പേര്. അടിവെടി പൂരം ഒരു ഉത്സവ മൂഡ് പടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഹീറോ ആയിട്ട് ഒരു പടം ഇതാണ് വരുന്നത്. പക്ഷെ ഞാന് ഇപ്പൊ കുറച്ച് എഴുത്തിന്റെ പരിപാടികളിലാണ്. ഞാൻ വിഷ്ണുവും കൂടി കുറെ നാൾക്ക് ശേഷം ഒരു പരിപാടികൾ രണ്ടുപേരോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ഒരു ഫുൾ ഹ്യൂമർ പടം സ്ക്രീനിൽ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ മലയാളികൾക്ക് അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് രണ്ടുപേരും ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. ഈസ്റ്റേൺ രുചി ഓണത്തില് ബിബിൻ ജോർജ് ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വീണ്ടും അല്ലേ സ്ക്രിപ്റ്റ് റൈറ്റ് ആയിട്ട് യോജിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആട്ടോ. നിങ്ങൾ എഴുതുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹിറ്റ് ആണ്. താങ്ക് യു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പൊ ഞങ്ങള് ഡയറക്ട് ചെയ്ത സിനിമ വെടിക്കെട്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഇത്തിരി ഹ്യൂമർ കുറവായിരുന്നു എന്ന് കരുതിയിട്ടാണ് അതിലൊരു ഇത്തിരി മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ വന്നത്. പക്ഷെ ഇപ്പൊ അത് നല്ല അഭിപ്രായത്തിലേക്ക് ആവുകയും ചെയ്തു. കാരണം ആളുകൾ ആ ചിരിയുടെ കോമഡി ഇല്ലാന്നും പറഞ്ഞ് പോയി തിയേറ്ററിൽ കണ്ടിട്ട് അപ്പൊ ആളുകൾക്ക് ഭയങ്കര നിരാശയായി. പിന്നീട് അത് ഓക്കെ കോമഡി ഇല്ലാത്തൊരു സിനിമ എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞപ്പോ അത് ഓക്കെ ആവുകയും ചെയ്തു. അതാണ് വെടിക്കെട്ടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇപ്പൊ ഇനി ഞങ്ങൾ ചെയ്യുന്ന ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ്. ആരൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതൊന്നും പറയൂല, സസ്പെൻസ് ആണ്. എന്നാലും ചെറിയൊരു സത്യസന്ധമായിട്ട് പറയൂല. സത്യസന്ധമായിട്ട് പറയില്ല. ഓക്കെ, അപ്പൊ കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ ഓണാണല്ലോ വിശേഷം. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിബിൻ ജോർജ് ഏതായിരിക്കും പറയുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വെള്ള കളർ ഉരുളക്കിഴങ്ങിന്റെ പരിപാടി ഇല്ലേ, ഇഷ്ടപോലെ പച്ചടിയാണോ? അല്ലല്ല, ഉരുളക്കിഴങ്ങ് ഇഷ്ടപോലെ ഇരിക്കണം. പിന്നെ അത് തന്നെ വറുത്തരച്ചും ഉരുളക്കിഴങ്ങായിട്ട് വെക്കും. ചില സ്ഥലത്ത് വറുത്തരച്ച് ചില സ്ഥലത്ത് വെള്ള കളറായിരിക്കും. ആ വെള്ള കളർ ഇഷ്ടുവിന്റെ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ പുതിയ വീട്ടില് ഓണസദ്യ തയ്യാറാക്കുന്നുണ്ടോ നാളെ? ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ ഒരു കൃത്യം 10 കൊല്ലമായിട്ട് നമ്മുടെ വെടിക്കെട്ടിന്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ഷിബു പുലർക്കാഴ്ച എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയുടെ വീട്ടിലാണ് ഓണവും വിഷു എന്റെ എല്ലാ കൊല്ലവും. ഒരു 10 കൊല്ലമായിട്ട് കണ്ടിട്ട്. വിഷ്ണു ഇല്ല. ഞാൻ അപ്പൊ നാളെ ഇനി ആ ചേട്ടന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ എല്ലാവർക്കും. അയ്യോ, അതിനു മുമ്പ് ഒന്ന് നോക്കട്ടെ. ചേന വെന്തോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചൂടുണ്ടാവേ. അത്യാവശ്യം വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്തു നല്ല രീതിയിൽ വെന്തു. ഒന്ന് നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പൊ കൂട്ടിയിട്ടാലോ? കുറച്ചൊന്ന് ഫ്ലെയിം ഇത്തിരി കൂട്ടിയേക്കാം. ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിയേക്കാം. പണ്ടത്തെ ഒരു ഓണം ഓർമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേനും നല്ല രസകരമായ. ഓണത്തിന്റെ തലേന്നേ ഇതുവരെ പോയതിൽ വെച്ച് കലാഭവന്റെ പഠിക്കണ സമയത്ത്, കലാഭവനിൽ ഞാൻ മിമിക്രി പഠിക്കണ സമയത്ത് 15 വയസ്സായതൊക്കെ ഉള്ളു, 15-16 വയസ്സ്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് എല്ലാരും കൂടെ ട്രൂപ്പ്, ഞാൻ, അഴകൻ, രവി, മാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അഷിജൻ, ഞങ്ങൾ 5-6 പേര് ടീം ഉണ്ടാക്കിയിട്ട് ഒരു പ്രോഗ്രാം കിട്ടിയ ഒരു സ്ഥലത്ത്. ആ ഒരു സ്ഥലം പറയുന്നില്ല കാരണം അത് അവർക്ക് മോശമാണ്. ആ സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തിട്ട് പരിപാടി നല്ല രീതിയിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊളിഞ്ഞ് തല്ലിപ്പൊളിയായി പരിപാടി നനഞ്ഞ് കൊട്ടേ വാരി. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് രാത്രി അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ വേറെ വണ്ടിയില്ല. പെട്ട് ഈ പൊളിഞ്ഞ പ്രോഗ്രാം സ്റ്റേജില്ലേ അതിന്റെ പുറകിലൊരു വീടുണ്ട്. അതൊരു മെയിൻ കമ്മിറ്റിക്കാരന്റെ ആണ്. ആ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ വേണം ഞങ്ങൾ നിക്കാൻ. പരിപാടി പൊളിഞ്ഞിട്ട് തമാശ ചീറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ട്രാജഡി ലോകത്തില്ല. സ്റ്റേജിൽ പാട്ട് പൊളിയാം, ഡാൻസ് സ്റ്റെപ്പ് പറ്റിക്കാം, പക്ഷെ മിമിക്രി പൊളിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഉണ്ടാകുന്ന നാണക്കേട് ഭീകരമാണ്. നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. തമാശയുടെ ഒരു വിധിയാണത്. അവിടെ പരിപാടി പൊളിഞ്ഞിട്ട് ഈ കമ്മിറ്റിക്കാരന്റെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കണമല്ലോ. എങ്ങനെ കഴിക്കാൻ തോന്നി? അയ്യോ, അത് പ്രശ്നമില്ല. എനിക്ക് അതല്ല കോമഡി. ഈ കഴിക്കാൻ തോന്നിയെന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് സത്യം. ഒരു വറ്റ് നമ്മുടെ തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലേ. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ഷിജൻ എന്ന് പറഞ്ഞത്. അവൻ ഈ പരിപാടി പൊളിഞ്ഞായിട്ട് എന്തോ അറിഞ്ഞിട്ടില്ല. അവൻ കാരണമാണ് മെയിനായിട്ട് പൊളിഞ്ഞത്. അവൻ കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഈ കമ്മിറ്റിക്കാരൻ പോയി, ചേട്ടാ ഒരു പപ്പടം പറഞ്ഞ് അവനെയൊക്കെ പിച്ചി ഒക്കെ എല്ലാം പേടിയാ നമുക്ക്. പക്ഷെ എങ്ങനെ പോകും? പോകാൻ രാത്രി വേറെ വഴിയില്ല. അപ്പൊ പിന്നെ അവിടെ കിടന്നിട്ടാ
വെളുപ്പിന് 4 മണിക്ക് ഈ കമ്മിറ്റിക്കാരൊക്കെ ബാക്കിയുള്ള ആളുകൾ കൂട്ടി വന്നതിന് മുമ്പ് എണീറ്റ് പോകാൻ റെഡിയാവും. അപ്പൊ ഞങ്ങള് റെഡിയായി വേഗം പോവാണ്. അപ്പൊ ഷിജൻ വൈകണ്, അവൻ ഇഞ്ച് ചെയ്യുന്നു. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇഞ്ച് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഇതിനൊന്നും ഒരു കുറവില്ല എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി നടന്നു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് നടക്കാൻ. ബസ് സ്റ്റോപ്പിലേക്ക് ഇവന്മാര് നടക്കും, ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നായിപ്പോയി. പക്ഷെ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഞാൻ എവിടെയൊക്കെ സ്റ്റക്ക് ആയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഒരു ദൂതനെ വിട്ടിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ ഈ 4 മണിയൊക്കെ ടൈമില് അറ്റത്തുനിന്നൊരു വെളിച്ചം, ഞാൻ കാല് കഴിച്ച് അവിടെ ഇരിക്കുക, അവന്മാര് നടക്കുകയും ചെയ്ത് നോക്കുമ്പോ ഒരു ബൈക്കുകാരൻ വന്നിരിക്കുന്നു. ഞാൻ കൈ കാണിച്ച് അയാളവിടെ നിർത്തി, ഞാൻ പുറകെ കയറി. ഇയാള് മിണ്ടുള്ള, പക്ഷെ ഇയാള് മിണ്ടിയിട്ടില്ല. ഞാനപ്പോ പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ആക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു, ഇയാള് ബസ് സ്റ്റോപ്പിലാക്കി. അവന്മാരെക്കാളും മുമ്പിൽ ഞാൻ എത്തിയേട്ടാ. അതെനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് ദൈവം എന്തെങ്കിലും കൊണ്ടുവരും. അപ്പൊ അവിടെ ചെന്ന് ഇയാള് ചായ മേടിച്ചു തന്നു. ഇയാൾ അധികം സംസാരിക്കുന്നില്ല, പക്ഷെ എന്നോട് ചായ മേടിച്ചൊന്ന് കാശ് കൊടുത്തു. ഞാൻ പറഞ്ഞു ചേട്ടൻ എവിടെ പോയതാന്ന് ചോദിച്ചു. ഞാനിവിടെ ഇറച്ചി വിടുന്ന ആളാ എന്ന് പറഞ്ഞു. ചേട്ടൻ എന്താ എന്നിട്ട് എന്നോട് മിണ്ടാത്തത്? നിന്റെയൊക്കെ പരിപാടി ഇന്നലെ കണ്ട. അതാണ് ഇയാള് മിണ്ടാത്തത്. ഇയാൾക്ക് ആ ദേഷ്യമുണ്ട് എന്നെ അവിടെ എത്തിക്കുകയും വേണം. ആ ഓണം ഞാൻ മറക്കൂല. കാരണം ദൈവത്തിനെയും കാലിനെയൊക്കെ ഒരുമിച്ച് കണ്ടവരുണ്ടായി. ഇറച്ചിട്ട് കടയിൽ കൊണ്ടുപോയില്ലല്ലോ. ഓ ഭാഗ്യം. ഞാനോർത്ത് ആ പോക്കിനെങ്ങാനും കൊണ്ടുപോയാലോ, ആരറിയാൻ പോകുന്നു. രുചിയോണം അമൃതതൻ രുചി